വേനലവധിക്ക് വിട നൽകി നമ്മുടെ കുട്ടിക്കൂട്ടം ഇന്ന് വീണ്ടും സ്കൂളുകളിലേക്ക് എത്തുകയാണല്ലോ. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും. 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 1ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്. മൂല്യാധിഷ്ഠിത പഠനവും ഹൈസ്കൂളിൽ പുതിയ ക്ലാസ് സമയവും അടക്കം സമഗ്രമാറ്റത്തോടെയാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത്. വിവിധ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘുനാഥ് നാരായണനുണ്ട്. കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം നടക്കുന്നുണ്ടല്ലോ, അവിടുത്തെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ആ വേദിയിൽ അവിടെ ഉണ്ട് രഘുനാഥ് നാരായണൻ. ജിബിൻ JB തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും, ഒപ്പം സ്നേഹമോൾ നയനാൻ കൊച്ചി കടവന്ത്ര സ്കൂളിൽ നിന്നുമൊക്കെ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആലപ്പുഴയിലേക്ക് തന്നെ പോവാം. അവിടെയാണല്ലോ പ്രവേശനോത്സവത്തിന്റെ തുടക്കം. രഘുനാഥ് നാരായണൻ, ഗുഡ് മോർണിംഗ്. പഴയ സ്കൂൾ ഓർമ്മകളൊക്കെ മനസ്സിലേക്ക് ഇരമ്പി വരുന്നുണ്ടോ? ഇങ്ങനെ സ്കൂൾ അങ്കണത്തിൽ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് നിൽക്കുമ്പോൾ എന്തായി ഇവിടുത്തെ പ്രവേശനോത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ പ്രവേശനോത്സവം ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് ബലം പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ഒരു പതിവായിരുന്നു. കാരണം ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് കയറുക എന്നുള്ളത് ഒരാഴ്ച കൊണ്ട് മാത്രമേ നമുക്കൊരു ആ ഒരു യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി പറ്റും. എന്തായാലും കാലം മാറി, കഥ മാറി. ഇപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ആഘോഷത്തോടു കൂടിയാണ് കുട്ടികളെ എതിരേക്കുക. കലവൂർ ഗവൺമെൻറ് സ്കൂളിലാണ് ഇത്തവണത്തെ സംസ്ഥാനതല പ്രവേശനോത്സവം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രവേശനോത്സവത്തിൻ്റെ സ്പെഷ്യൽ? പ്രവേശനോത്സവത്തിൽ വളരെ ഗംഭീരമായി നടത്തണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. കലവൂർ സ്കൂളിൽ പ്രവേശനോത്സവം കിട്ടിയത് തന്നെ ഈ നാടിനാകെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഒട്ടേറെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി അനുബന്ധമായി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകർ മുഴുവൻ വിദ്യാർത്ഥികളെ 2280ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ വീടുകളിലെത്തി വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നേരിട്ട് ക്ഷണിക്കാൻ കഴിയുന്ന പ്രവർത്തനം സംഘടിപ്പിച്ചു. അതുപോലെ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ ആർട്ട് അക്കാഡമിയും വിദ്യാർത്ഥികളും ആർട്ടിസ്റ്റുകളും ചേർന്ന് സ്ട്രീറ്റ് ആർട്ട് സംഘടിപ്പിച്ചു. അധ്യാപക സംഗമം സംഘടിപ്പിച്ചു. 5000 പേർക്ക്, അതായത് ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്കടക്കമുള്ള 5000 പേർക്ക് സദ്യ ഒരുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം സദ്യ ഉണ്ടെന്ന്. ഇന്ന് 5000 പേർക്ക് പപ്പടം, പഴം, പായസം അടക്കമുള്ള സദ്യ അടക്കം ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ കളർഫുൾ ആയിരിക്കും. ഉറപ്പായും, തീർച്ചയായും കളർഫുൾ. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളതിനേക്കാൾ ഏറ്റവും മികച്ച രൂപത്തിൽ തന്നെയാണ് ഇത്തവണ പ്രവേശനോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുരുത്തോലയൊക്കെ ഇട്ട് സ്കൂള് അലങ്കരിച്ചിട്ടുണ്ട്. സ്കൂൾ ക്ലാസ് മുറികളിലൊക്കെ കുട്ടികൾ നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികളുടെയൊക്കെ തയ്യാറെടുപ്പിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 2000-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. പ്രീ പ്രൈമറിയും ഒപ്പം തന്നെ 1ാം ക്ലാസ്സിലുമായി 200-നടുത്ത് വിദ്യാർത്ഥികൾ ഇത്തവണ പുതിയതായി പ്രവേശനം നേടുന്നുണ്ട്. ടീച്ചറെ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി? ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പരിപാടികൾ? പ്രവേശനോത്സവ ദൃശ്യാവിഷ്കാരത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രല്ല പഠിക്കുന്നത്? 2-ലോ? 4-ലേക്കാവും. എന്താ പരിപാടി? എന്ത് പരിപാടി ഇപ്പോൾ അവതരിപ്പിക്കുന്നത്? എന്ത് പരിപാടി അവതരിപ്പിക്കുന്നത്? പ്രവേശനോത്സവ ഗാനം. ഗാനോ? ഏത് ഗാനോ പാടാൻ പറ്റുമോ? അതൊരു ഡാൻസ് ആണ്. ആ പാട്ടില് ഡാൻസ് ആണോ കളിക്കുന്നത്? അതോ പാട്ടോ? ആ പാട്ടാണ് ഡാൻസ് കളിക്കുന്നത്. പാട്ടറിയാമോ? പാട്ട് തരുമ്പോ കളിക്കും. അല്ല, പാടാൻ അറിയാമോ? അത് കള്ളം പറഞ്ഞു. അറിയാം? അറിയത്തില്ല. കള്ളം പറയാം. എന്തായാലും ഒരുപക്ഷെ മൈക്കൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ പരിഭ്രമം കൊണ്ടായിരിക്കാം. കുട്ടികളെല്ലാവരും വളരെ സ്മാർട്ടാണ്. അവർ ഈ പരിപാടിയൊക്കെ കളർഫുള്ളാക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളിലും ഈ നമ്മുടെ മഴക്കാലമായതുകൊണ്ട് കുട്ടനാട് താലൂക്കിനും ഒപ്പം തന്നെ പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ സ്കൂളുകളിലും ക്യാമ്പ് നടക്കുന്നതൊഴിച്ച് ബാക്കി എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം നടക്കും. 9 മണിയോടുകൂടി തന്നെ ഈ രംഗമൊക്കെ അങ്ങ് മാറും. നല്ല കളർഫുള്ളായിട്ട് എല്ലാവരും ആ പരിപാടിയുടെയൊക്കെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് എല്ലാവരും എത്തും. 9:30 മുഖ്യമന്ത്രി നേരിട്ടെത്തും. ഇവിടെയാണ് ഈ തവണത്തെ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം. രഘുവിന്റെ സ്കൂൾ കാലത്തെ രസകരമായ ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ടോ?
സ്കൂൾ ആദ്യത്തെ ദിവസം പോകുക എന്നുള്ളത് തന്നെ വലിയ പാടുള്ള കാര്യമാണല്ലോ. കാരണം ഈ 2-3 മാസത്തെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞ് ബന്ധുവീടുകളിലൊക്കെ പോയി നിന്നാണ് തിരിച്ചു വരുന്നത്. അപ്പം ആദ്യത്തെ ദിവസമൊക്കെ സ്കൂളിൽ പോവുക മടിയുള്ളൊരു കാര്യമാണ്. വീട്ടുകാർ നിർബന്ധിച്ചാണ് അന്ന് സ്കൂൾ ബസ്സിലൊക്കെ വളരെ നിർബന്ധിച്ചായിരിക്കും കൊണ്ടുവിടുക. പിന്നീട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ട്രാക്കിലങ്ങാവും. പിന്നെ സ്കൂളിൽ പോകാതിരിക്കുന്നതായിരിക്കും വിഷമം. സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാണ് ആ കാലം എത്രത്തോളം മനോഹരമായിരുന്നെന്നും എത്രത്തോളം സന്തോഷകരമായിരുന്നെന്നും തിരിച്ചറിവുണ്ടാകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ പ്രായമായി ഇപ്പോഴത്തെയൊക്കെ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കാം. എന്തായാലും സ്കൂൾ കാലം ആരുടെയാണെങ്കിലും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലമാണ്. ഇന്ന് മാത്രമല്ല അത് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. പഠിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. സ്കൂളിൽ ചെന്ന് അടി കിട്ടാതിരിക്കുക. ഈ രണ്ട് ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. പിന്നീട് വന്ന് കളിക്കുക. അങ്ങനെ മനോഹരമായൊരു തുടക്കം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുക. എന്ന് മാത്രമല്ല ഇത്തവണ ചില പ്രത്യേകതകളുമുണ്ട്. ഇത്തവണ വിദ്യാഭ്യാസ കലണ്ടർ ആരംഭിക്കുമ്പോൾ സ്കൂൾ പഠന സമയത്തിന് മാറ്റം വരുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ പോലെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലുമൊക്കെ ഓൾ പ്രൊമേഷൻ നൽകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുകൊണ്ടും നല്ലതാണ്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പോലും ചിലർക്കെങ്കിലും കാര്യമായി എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും ഒക്കെ അറിയുന്നില്ല. തീരുമാനം എന്തുകൊണ്ട് മികച്ചതായി എന്ന് തോന്നുന്നു രഘു. നമ്മുടെ മക്കളൊക്കെ പഠിച്ച് മിടുക്കരാവട്ടെ. എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു.